ഹലോ ചെക്ക്, ഹലോ ചെക്ക്, ഹലോ ചെക്ക്, ഹലോ ചെക്ക്, ഹലോ ചെക്ക്. കലാസ്നേഹികളെ, മൈത്രി കൂട്ടായ്മയുടെ വാർഷികാഘോഷ പരിപാടിയായ മൈത്രി കലാസന്ധ്യയുടെ ഭാഗമായി സപ്തസുന്ദരി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു ഐതിഹാസിക നാടകം കുണ്ടലി പുരാണം. അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ആഡിറ്റോറിയത്തിൻ്റെ പുറത്ത് വാഹനങ്ങൾക്കുള്ളിലിരുന്ന് അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് ആഡിറ്റോറിയത്തിനകത്ത് വന്ന് ഈ പരിപാടി കണ്ട് വിജയിപ്പിക്കണം എന്ന് താഴ്ന്ന് വീണ് അപേക്ഷിക്കുന്നു. രാജാതിരാജൻ, വീരാളി വീരൻ, നീരാളി രാജ, അയ്യോ പോരാളി രാജ, വീരഭദ്രൻ എഴുന്നള്ളുന്നേ. സാറി, ട്രാക്കുകൾ മാറിപ്പോയി. വേദിയിൽ നിൽക്കുന്ന മഹാരാജാവിനെ ആരെങ്കിലും വന്ന് ഒന്ന് എടുത്തു മാറ്റേണ്ടതാണ്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ, തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. ഹോ, എത്ര തവണ പറയണോ ഈ പണ്ടാരം പിടിച്ച സാധനത്തെ കൊണ്ട് കാട്ടിക്കളയാ. മാന്തുകൊണ്ട് എനിക്ക് നടക്കാൻ പോലും വയ്യ. അറയിൽ കയറി അപ്പ ചാടി കടിക്കാൻ വരും. മടുത്തു. രാജൻ എന്തും പറയാം. ശംഭു ഉള്ളതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നു. കൊട്ടാരം മൊത്തം വായി നോക്കികളാണ്. രാജ്യം ഭരിക്കുന്ന രാജാവല്ലേ, ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇവനെ ഞാൻ എവിടെയും വിടില്ല. എൻ്റെ മുറിയിൽ ആര് കയറിയാലും ഇവൻ ചാടി കടിക്കും. ആ, മന്ത്രി എത്തിയോ? ദേ നോക്കിയേ, എൻ്റെ പുറം മുഴുവൻ മാന്തുകൊണ്ട പാടാണ്. ആഹാ, ഇത് കുറേ ഉണ്ടല്ലോ. അങ്ങേ കടിച്ചിട്ട് പുലിക്ക് ഇനിയും മതിയായില്ലേ? ഒന്നുകിൽ അങ്ങ് മുറിയിൽ കയറാതിരിക്കുക, ഇല്ലെങ്കിൽ പുലിയെ കൊണ്ട് കാട്ടിൽ കളയുക. കൊട്ടാരം മുഴുവൻ കുട്ടികളാ. ഇനിയും എന്തിനാ പുലിയുടെ കടി കൊള്ളാൻ പോകുന്നേ? മന്ത്രിക്ക് അറിയാലോ, എനിക്കെല്ലാം പെൺകുഞ്ഞുങ്ങളല്ലേ. എൻ്റെ കാലശേഷം ഈ രാജ്യം ഭരിക്കാൻ ഒരു യുവരാജാവ് വേണം. അതിന് ഈ പണ്ടാര പുലി സമ്മതിക്കണ്ടേ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ റാണി. എൻ്റെ ശംഭുവിനെ നോക്കാൻ ഒരാളെ വേണം. ഹാ, ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. മന്ത്രി, എത്രയും പെട്ടെന്ന് അതിനായി ഒരാളെ കൊണ്ടുവരൂ. അതാ നല്ലത്. അല്ലെങ്കിൽ ഞാനും കടി കൊണ്ട് ചാവും. അല്ല, എന്താ ഒരാലോചന? എന്തു പറ്റി? രാജന് യുവരാജാവിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ ജനങ്ങൾ മൊത്തം അങ്ങയെ ചീത്ത വിളിക്കുക. ഇവിടെ പുലിയുടെ കടിയാണെങ്കിൽ നാട്ടിലെ ആൾക്കാരുടെ അടികൊണ്ട് ചാവും അങ്ങ്. എന്ത്? അത്ര ധൈര്യമോ? പിന്നല്ലാതെ, രാജാവായാൽ കുറച്ചെങ്കിലും ബോധം വേണം. ഇത് വെറുതെ വേണ്ട, എടുക്കണ്ട. നമ്മുടെ രാജ്യത്ത് വെള്ളമില്ല, കൃഷിയൊക്കെ നശിച്ചു തുടങ്ങി, ജനങ്ങൾക്ക് തൊഴിലില്ല, എല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. എന്തിന്, സ്ത്രീകൾക്ക് കടവിൽ കുളിക്കാനും നനയ്ക്കാനുമുള്ള വെള്ളം പോലും കുറഞ്ഞു വന്നു. ഹാ, അതേന്നെ. ഇന്നലെ കുളിക്കടവിൽ പോയപ്പോ ലീല തനിച്ചിരിക്കുന്നത് കണ്ട് വിഷമം തോന്നി. എന്നിട്ട് കുളി കഴിയുന്നത് വരെ അവിടെ തന്നെ നിന്നോ ആവോ? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് ലീല കൈ കഴുകിയിട്ട് അങ്ങ് പോയി. ഛേ, നശിപ്പിച്ചു.
ഇതിനിപ്പോ എന്താ ഒരു പരിഹാരം? പരിഹാരം വേണമെങ്കിൽ കൊട്ടാരൻ ജോത്സ്യനെ വിളിക്കാം. മണ്ടനാണെങ്കിലും ചിലപ്പോൾ സത്യം പറയും. പോയി കൊട്ടാരൻ ജോത്സ്യനോട് വരാൻ പറയൂ. ഉത്തരവ്. എനിക്ക് തോന്നുന്നു രാജൻ, അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നതോടെ രാജ്യം നശിച്ചു തുടങ്ങി. അവർക്കാണെങ്കിൽ നന്നായി പണിയെടുക്കാനും അറിയാം. അങ്ങൊന്ന് ശ്രദ്ധിച്ചോ, ചിലപ്പോൾ സിംഹാസനം. ആ മതി മതി, നിർത്ത്. ജോത്സ്യനെ കണ്ടി. ദേ ജോത്സ്യൻ. അയ്യോ ആഹാ, മാന്തി മാന്തി. ശരിക്കും കിട്ടിയോ? ആ കിട്ടി കിട്ടി. അകത്തെന്തായിരുന്നു? ഹോ, ഞാൻ റാണിയുടെ അടുത്തേക്കൊന്ന് പോയതാ. രാജന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി കുറച്ച് മന്ത്രം പറഞ്ഞു കൊടുക്കാലോ എന്ന് ഓർത്തു. അല്ല, എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? എങ്ങനെ? കബഡി നിർത്താൻ തുടങ്ങുമ്പോഴേക്കും ആ പണ്ടാറ പുലി ചാടി വീണില്ലേ, അത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇതാണോ അങ്ങയുടെ കബഡി? അയ്യോ, പെട്ടെന്ന് പോയപ്പോ മാറിപ്പോയതാ. ഓഹോ, ഉവ്വ് ഉവ്വ് ഉവ്വ്, മനസ്സിലായി. ജ്യോതിഷി, അങ്ങേ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല, കൽപ്പിച്ചാലും. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണം. മഴയില്ല, കൃഷിയില്ല, തൊഴിലില്ല. എന്തിന്? കുളിപ്പുരയിൽ സ്ത്രീകൾ കുളിക്കാൻ പോലും വരുന്നില്ല. ഞാൻ കബഡി നിർത്തിയൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. നമ്മുടെ പള്ളിയിറക്കത്തിന് സമയമായി. നാം പോകുന്നു. അങ്ങോട്ട് പോകണ്ട. പുലി പുലി. അയ്യോ, എന്നാ പിന്നെ ഞാനും. ചീ ചീ ചീരനു നീച്ചി ചീ ചീ ചീരനു നീച്ചീര ചീര ചീ 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 ചീരനു നീച്ചി ചീ ചീ ചീരനു നീച്ചീര ചീര ചീ. എന്താ ശകു? എന്നെ ശകുന്ന് വിളിക്കണ്ട, ശകുന്തളാന്ന് വിളിച്ചാ മതി. ഞാൻ നിന്നെ സ്നേഹത്തോടെ ശകുന്നേ വിളിക്കൂ. അത് വിട്, ഒരു കാര്യമുണ്ട്. ഒരാൾ കുറെ നേരെ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ചീര വിൽക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അകത്തേക്ക് വരാൻ പറയൂ. सरते दिनर संग है बाकाजे फाजल नहीं रेल सरते दिनर संग है बाकाजे गाजल नहीं रेल बंजारुनी मार पाके जाई नियम करी रेल गला गला जक तोर हेली बोली केते कथा कई रेल मुई गा जाई करी असला बेले केंता पासरी देलु रे नोनी ची 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 रे नोनी ची 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 रे नोनी ची रे ची रे ची. ദേ ചീര ചീര. ഇവിടെ ആർക്കും ചീരയൊന്നും വേണ്ട. അതെ, രാജാവ് വരുന്നതിന് മുമ്പ് വേഗം സ്ഥലം വിട്ടോ. നിങ്ങൾ ആരാ? എന്താ എന്താ വേണ്ടത്? मेरा नाम बापू, बंगाल का एक साधारण आल. हम ഇവിടെ काम 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 चाहिए. ഛേ, എന്ത് വൃത്തികേടായവൻ പറയുന്നേ. ദൈവമേ, ആ പൊട്ടൻ രാജാവ് വന്ന് കേട്ടാ അത് മതി. ഒന്ന് വേഗം പോയേ. नहीं नहीं, पानी पानी, काम काम, मैं सब काम करेगा. ആ, യവൻ പണി ചോദിച്ചു വന്ന അന്യ സംസ്ഥാന തൊഴിലാളി. जी. അങ്ങനെ കൊട്ടാരത്തിലും ബംഗാളി എത്തി. എന്താ ഇവിടെ ഒരു ബഹളം? ഇവിടെ ജോലി വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു വന്നതാ. നമുക്ക് തന്നെ ജോലിയില്ല, അപ്പോഴാ വേറെ ഒരുത്തിന്. ഡേയ്, നീ വിറകൊക്കെ കീറോടേ. जी നീ പാത്രമൊക്കെ കഴുകുവോ? जी അപ്പൊ ചുവടോ? जी അപ്പൊ തുണിയോ? जी. ഓ, രണ്ടും ഒന്നും മിണ്ടാതിരിക്കുവോ? അതെ, ഞാനൊരു ജോലി തരാം. जी. ഹോ, എന്ത് പറഞ്ഞാലും ഒരു ജി. എന്റെ ശംഭുവിനെ നോക്കാൻ ഒരാളെ വേണമെന്ന് ഞാൻ പറഞ്ഞതാ രാജനോട്. അങ്ങേരത് മറന്നു കാണും. ആ ശരിയാ. ദേ, ഇവനെ നോക്കണം. ഇവന്റെ എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കാൻ. जी हम നോക്കാം. നീ എന്റെ കൂടെ വാ. ആ, ബംഗാളി രക്ഷപ്പെട്ട്. ആ അതെ, കൊട്ടാരത്തിൽ ഇനി മാന്ത് കിട്ടാത്ത ഒരേ ഒരാള് ബാബു ആയിരിക്കും. പള്ളിയോർക്കം കഴിഞ്ഞ് രാജൻ ഇപ്പൊ എത്തും. ഞാൻ പോട്ടെ. കടവിലേക്കാണെങ്കിൽ ഞാനും. ഓ വേണ്ട. പള്ളി ഉറക്കം കഴിഞ്ഞ ആ കിഴങ്ങ് ഇനി എത്തിയില്ലേ? ഇനി പുലിയുടെ മാന്ത് കൊള്ളാൻ പോയോ എന്തോ? പതുക്കെ, ദേ വരുന്നുണ്ട്. അല്ല,
കബഡി നിരത്താൻ പോയ ജ്യോതിഷി നാട് വിട്ടോ ആവോ? എങ്കിൽ അവന്റെ തല ഞാൻ... വേണ്ട. ദേ വന്നല്ലോ ജ്യോതിഷി. 100 ആയുസ താങ്കൾക്ക്. ഷോ, എനിക്ക് വയ്യ. നാം ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, അതിന് വല്ല തീരുമാനവും ആയോ? അടിയൻ അത് പറയാനാണ് വന്നത്. നോം കവടിയിൽ വലിയ പ്രശ്നമാണ് കണ്ടത്. അങ്ങേക്കിപ്പോൾ കണ്ടകശനിയാണ്. അതുമാത്രമല്ല, ബുധൻ ശുക്രനിലും ശുക്രൻ ഭൂമിയിലും ആയതുകൊണ്ട് അങ്ങയുടെ ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം പ്രശ്നത്തിലാണ്. അത് ശരിയാ. എന്ത്? അല്ല, എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട് അങ്ങയുടെ വർത്തമാനം ഒട്ടും ശരിയല്ല. അതെ, ഇതിന് വല്ല പരിഹാരവും? നോം പരിഹാരം കൂടി കണ്ടിട്ടാ വന്നത്. കേൾക്കട്ടെ. കൊട്ടാരത്തിൽ ഒരു വലിയ യാഗം നടത്തണം. ഒരു 101 സന്യാസിമാരെ വിളിക്കണം. അവർക്ക് 501 പൊൻപണം ദാനമായി കൊടുക്കണം. പിന്നെ ഒരു 50 ആനകൾ കൂടെ കൊണ്ടുവരണം. നല്ല തമാശ തന്നെ. ഈ കൊട്ടാര വെളുപ്പിൽ തപ്പിയാൽ കുഴിയാന പോലും കിട്ടില്ല. അപ്പോഴാണോ 50 ആന? ആകെയുള്ളത് ഈ ഒരു വാള് മാത്രമാണ്. അത് തുരുമ്പിച്ചു കാണും. വേണ്ട. ജ്യോതിഷി, അങ്ങ് കവടി നിരത്തി ഇത് മാത്രമാണോ കണ്ടത്? അല്ല, ഇനിയും ഉണ്ട്. ഇനി എന്താ? അങ്ങ് യാഗശാലയ്ക്ക് ചുറ്റും ശയനപ്രദക്ഷിണം ചെയ്യണം. അതും 101 തവണ. അത് കൊള്ളാം. നമുക്ക് പകരം വേറെ ആരെയും ഉരുട്ടാൻ പറ്റുമോ? ഏയ്, അങ്ങ് തന്നെ ഉരുളണം. ജ്യോതിഷി, ഇതല്ലാതെ അങ്ങക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ? അങ്ങ് ഒന്നുകൂടി പോയി നോക്കും. നല്ല പരിഹാരമാണെങ്കിൽ നാം അങ്ങയെ പൊന്നാടെ എണീക്കാം. സത്യമാണോ മഹാരാജൻ? ഷോ, എങ്കിലങ്ങ് എനിക്ക് കുറച്ച് സമയം തരാമോ? ഞാൻ എൻ്റെ ഗുരുനാഥനെ കണ്ടിട്ട് ഉടനെ വരാം. തീർച്ചയായും, അങ്ങ് പോയി വരൂ. ജ്യോതിഷിയും കൊള്ളാം, രാജാവും കൊള്ളാം. മന്ത്രി, വരൂ, നമുക്കൊന്ന് ഉദ്യാനത്തിലൂടെ ഉലാത്തി വരാം. ആയിക്കോട്ടെ. പ്രേമമെന്നാൽ കരളും കരളും കൈമാറുന്ന കരാറ്. കരാറ് തെറ്റി നടന്നാൽ പിന്നെ കാര്യം തകരാറ്. റാണിജി, നമുക്ക് ഇവിടുന്ന് ബാഹർ പോകാം. അതിന്റെ കൊട്ടാരം മൊത്തം ഭടന്മാരല്ലേ? ആരെങ്കിലും കണ്ട പിന്നെ തല കാണത്തില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ എനിക്കറിയാം. അതെങ്ങനെ? ഞാൻ സബ് നോക്കി വെച്ചിട്ടുണ്ട്. എടാ ബംഗാളി, നീ കൊള്ളാലോ. എല്ലാം എടുത്തോ? ആകെ ഇത് മാത്രമേ ഉള്ളൂ. ഏക്കാ? ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം. ഇത് അങ്ങേക്ക് തലമുറയായിട്ട് കിട്ടിയ സ്വത്താ. ഒരു അരിഞ്ഞാണം. രാത്രിയായാൽ എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പൊ നമുക്ക് രക്ഷപ്പെടാം. ഒരു കാര്യം ചോദിക്കട്ടെ? ജി, നീ എങ്ങനെ മലയാളം പഠിച്ചു? പ്രേമമെന്നാൽ കരളും കരളും. ഗുരുനാഥനെ കാണാൻ പോയ ജ്യോതിഷി ഇനിയും വന്നില്ലേ? ദേ, ആ വരുന്നത് നമ്മുടെ ജ്യോതിഷിയല്ലേ? അതെ അതെ, ദേ വരുന്നുണ്ട്. എന്തോ നല്ലൊരു പരിഹാരം കൊണ്ടുവരുന്നതായിട്ട് തോന്നുന്നു. ഗുരുനാഥനെ കണ്ടോ? പരിഹാരം വല്ലതും? വെള്ളം, വെള്ളം. ഇനിയിപ്പോ രാജാവ് വെള്ളത്തിൽ ചാടാനാണോ? അല്ല, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം. വേഗം പോയി ജ്യോതിഷിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവരൂ. പോയി വെള്ളം കൊണ്ടുവരൂ. രാജൻ, അങ്ങയുടെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടുപിടിച്ചിട്ടാ ഞാൻ വരുന്നേ. ഷോ, എങ്കിൽ വേഗം പറയൂ. നോം ഗുരുനാഥനെ കണ്ടു സംസാരിച്ചു. അപ്പൊ പറയുക, ഇവിടുത്തെ റാണിയുടെ കുണ്ടലി കാണണമെന്ന്. എന്ത്? നമ്മുടെ മഹാറാണിയുടെ കുണ്ടലിയോ? തനിക്ക് ഇത്ര ധൈര്യമോ? അയ്യേ രാജൻ, ആ വാളെടുത്ത് ജ്യോതിഷിയുടെ തലയങ്ങ് വെട്ടിക്കോ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ.
എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മുടെ റാണിയുടെ കുണ്ടലിക്ക് ഒരു പ്രശ്നവുമില്ല. അതന്നെ, ഇല്ലെങ്കിലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനി ഈ നാടിൻ്റെ മൊത്തം പ്രശ്നവും റാണിയുടെ കുണ്ടലിയിലാണോ? മന്ത്രി, ഇവന്റെ തല മുട്ടയടിച്ച് കൈകൾ ബന്ധിച്ച് രാജ്യം മുഴുവൻ നടത്തിച്ച് ഒടുവിൽ ആ മൊട്ടക്കുന്നിന്റെ മുകളിൽ നിന്നും താഴെയിട്ടേക്ക്. അയ്യോ, അങ്ങ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഒന്ന് മുഴുവനായി കേൾക്കൂ. നമുക്കൊന്നും കേൾക്കണ്ട. എൻ്റെ ഗുരുനാഥൻ മഹാപണ്ഡിതനും ജ്ഞാനിയുമാണ്. എങ്കിൽ ഗുരുവിനെയും ശിഷ്യനെയും ഒരുമിച്ച് നാടുകടത്തുന്നതല്ലേ നല്ലത്? അതെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ കീശയിൽ ഗുരുനാഥൻ തന്ന ഒരു എഴുത്തുണ്ട്, അതൊന്ന് എടുക്കാവോ? ഇനി രാജന്റെ കുണ്ടലി കൂടി വേണമായിരിക്കും. എടുക്ക എഴുത്ത്. നമുക്ക് രാജ്യം ഭരിക്കാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. രാജൻ, ഞാൻ വായിക്കാം. വായിക്കൂ. എന്റെ പ്രിയപ്പെട്ട ശകു, കുത്ത് കുത്ത് കുത്ത്. എടാ എടീ. അയ്യോ, ഇതല്ല, മാറിപ്പോയി. ദേ ഇതാണ്. നോക്കട്ടെ. ബഹുമാനപ്പെട്ട മഹാരാജാവ് അറിയുന്നതിനായി മഹാപണ്ഡിതനും ജ്ഞാനിയുമായ ആത്മാനന്ദ ഗുരുക്കൾ എഴുതുന്നത്. അങ്ങയുടെയും രാജ്യത്തിൻ്റെയും പ്രശ്നങ്ങൾ എൻ്റെ അരുമ ശിഷ്യനും അങ്ങയുടെ കൊട്ടാര ജ്യോതിഷിയുമായ സത്യശീലൻ അറിയിച്ചിട്ടുണ്ടാകുമെന്ന് നാം കരുതുന്നു. ആ മണ്ടന് മുഴുവനും കേൾക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ബാക്കി ഞാൻ എഴുത്തായി കൊടുത്തുവിടുന്നു. മൊത്തം പ്രശ്നമാണല്ലോ മഹാരാജാവേ. അങ്ങയ്ക്കിപ്പോൾ ശനിയുടെ അപകാരമായതുകൊണ്ട് മാനഹാനി, ധനനഷ്ടം, സ്ഥാനനഷ്ടം, മാറാരോഗം, അപകടം, എന്തിന് അങ്ങയുടെ ആയുസ്സിന്. അയ്യോ, നിർത്തൂ, നമുക്ക് തല കറങ്ങുന്നു. ഇനിയുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ റാണിയുടെ കുണ്ടലി അഥവാ ജാതകം എനിക്കൊന്ന് കാണണം. എങ്കിൽ മാത്രമേ എനിക്ക് പരിഹാരം കാണാൻ പറ്റൂ. ഹോ, ഇതാണോ കുണ്ടലി? നോം വെറുതെ തെറ്റിദ്ധരിച്ചു. ഞാനും ആയതിനാൽ റാണിയുടെ മാത്രമല്ല അങ്ങയുടെ കുണ്ടലി കൂടി എത്രയും പെട്ടെന്ന് കൊടുത്തുവിടണം. ഞാൻ ഒന്നുകൂടി വിശദമായി പരിശോധിക്കാം എന്ന് വിനീത വിധേയൻ ആത്മാനന്ദ ഗുരുക്കൾ. ശകു, തൊഴി, പോയി മഹാറാണിയോട് വരാൻ പറയൂ. വരുമ്പോ കുണ്ടലി അല്ല, ജാതകം കൂടി കൊണ്ടുവരാൻ പറയൂ. ഉവ്വ് രാജൻ. അയ്യോ അയ്യോ ശകു, എന്താ പറ്റിയേ? അയ്യോ മഹാരാജൻ, റാണിയെ മുറിയിൽ കാണാനില്ല. കൂടെ ബംഗാളിയും ശംഭുവിനെയും കാണാനില്ല. ദാ ഈ ഒരു എഴുത്ത് മാത്രമേ കിട്ടിയുള്ളൂ. എഴുത്തോ? നോക്കട്ടെ. ദൈവമേ, ഇനിയും എഴുത്തോ? എത്രയും പ്രിയപ്പെട്ട രാജന്, ഞാൻ എൻ്റെ ശംഭുവിനെയും ബാബുവിനെയും കൂട്ടി ഈ കൊട്ടാരം വിട്ട് പോവുക. എന്നെ ഇനി അന്വേഷിക്കരുത്, ഞാൻ വരൂല, മടുത്തു. പിന്നെ ഒരു കാര്യം, അങ്ങയുടെ പാരമ്പര്യ സ്വത്തായ അരിഞ്ഞാണവും കൂടി ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് സ്വന്തം സത്യഭാമ. അങ്ങയുടെ കുണ്ടലിയും കൊണ്ടാ ബംഗാളി പോയത്. ഇനി എന്ത് നോക്കാനാ? ആ വാളെടുത്ത് അവന്റെ തല വെട്ടിക്കോ. രാജൻ, അങ്ങ് വാളെടുത്ത മഹാനുഭാവന്റെ ശിരസ് വെട്ടി പിളർക്കൂ. ഇനിയൊന്നും നോക്കാനില്ല മഹാരാജൻ, കുറെ ആയില്ലേ. അതൊന്ന് പുറത്തേക്കെടുക്കൂ. അയ്യേ, ഇതെന്റെ ശകുന്റെ കത്തിയല്ലേ? ആഹാ, അത് ശരി. രാജനാണോ ഈ കത്തിയെടുത്തത്? ഇത് ഞാൻ എവിടെയൊക്കെ തപ്പി. ഇത് ഞാൻ പച്ചക്കറി അരിയാൻ വെച്ച കത്തിയാ. ഇങ്ങി തന്നെ. ശകു. രാജൻ, ഇതാ പറയുന്നേ, അവനവൻ ഇരിക്കുന്നിടത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ ബംഗാളി കയറിയിരിക്കും. ദിസ് ഈസ് റിഡിക്കുലസ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ കണ്ടകശനിയാണെന്ന്. കണ്ടകശനി കൊണ്ടേ പോകൂ. കുണ്ടലിയും പോയി. പോകാം.